വെൽക്കം ടു മെക്ഫിറ്റ്. നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ സ്ക്രാപ്പേഴ്സിനെ കുറിച്ചും സ്ക്രാപ്പിങ്ങിനെ കുറിച്ചുമാണ്. അപ്പോൾ നെസസിറ്റി ഓഫ് സ്ക്രാപ്പിംഗ് സർഫസ്, ഒരു സ്ക്രാപ്പിംഗ് സർഫസിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്ക്രാപ്പേഴ്സ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ടു കറക്റ്റ് സ്ലൈറ്റ് എറേഴ്സ് ഓൺ ഓൾ ഫ്ലാറ്റ് ഓർ കർവ്ഡ് സർഫസസ് ദാറ്റ് മസ്റ്റ് ബി ഫിനിഷ്ഡ് മോർ ഡെക്കറേറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് സ്ലൈറ്റ് എറേഴ്സ് കുറയ്ക്കാനായിട്ടാണ്. ഓൾറെഡി ഈ ഫയൽ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത സർഫസ് കാണും, അതിൽ ഹൈ സ്പോട്ട് കാണും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രാപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കുക ഹൈ സ്പോട്ട്. ഓക്കെ, നെക്സ്റ്റ്, സ്ക്രാപ്പിംഗ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് എ ഹൈ ഡിഗ്രി ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ടു ഫ്ലാറ്റ് ഓർ ടു കർവ്ഡ് സർഫസസ്, പർട്ടിക്കുലർലി വേർ ദ സർഫസ് ക്യാൻ റബ് ടുഗദർ ഇൻ യൂസ്. ഇപ്പോൾ രണ്ട് സർഫസ് റബ്ബ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ഹൈ ഡിഗ്രി ഓഫ് ഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ എ സർഫസ് ഈസ് ഫയൽഡ് ഓർ മെഷീൻ ആസ് ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ. ഇപ്പോൾ നമുക്കൊരു വർക്ക് സർഫസ് നമ്മൾ ഫയൽ ചെയ്ത് മെഷീൻ ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് പോസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഇറ്റ് ക്യാൻ ബി ഫർദർ ഇംപ്രൂവ്ഡ് ബൈ റഫ് സ്ക്രാപ്പിംഗ്. ആദ്യം നമ്മളതിൽ റഫ് സ്ക്രാപ്പിംഗ് ചെയ്യും. അതിനുശേഷം വിച്ച് ഫിനിഷ് സ്ക്രാപ്പിംഗ് ഈസ് എംപ്ലോയിഡ്. അതിനുശേഷം ആഫ്റ്റർ വിച്ച് ഫിനിഷ് സ്ക്രാപ്പിംഗ് ഈസ് എംപ്ലോയിഡ്. ഇപ്പോൾ ഫിനിഷ് സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത് റഫ് സ്ക്രാപ്പിംഗ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളത് ഫയൽ ചെയ്ത് മെഷീൻ ചെയ്ത ഒരു സർഫസ് ആയിരിക്കും, അവിടെ റഫ് സ്ക്രാപ്പർ യൂസ് ചെയ്യും. അതിനുശേഷമാണ് ഫിനിഷ് സ്ക്രാപ്പിംഗ് ചെയ്യുന്നത്. ഫിനിഷ് സ്ക്രാപ്പിംഗ് ഈസ് യൂസ് ടു റിമൂവ് മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. അപ്പം ഫിനിഷ് സ്ക്രാപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും അവിടെ റിമൂവ് ആവുന്നതെന്ന് നോട്ട് ചെയ്തേക്കുക. പിന്നെ അറിയേണ്ടത് ഹൈ സ്പോട്ട്സും ബിയറിംഗ് സർഫസ് എന്താണെന്നുള്ളതാണ്. ഓൺ ദ സർഫസ് പ്ലേറ്റ് അപ്ലൈ ദ കോട്ടിംഗ് ഓഫ് പ്രഷ്യൻ ബ്ലൂ ഓർ റെഡ് മിക്സ്ഡ് വിത്ത് ഓയിൽ ഓർ അപ്ലൈ യൂസ്ഡ് കാർബൺ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സർഫസ് പ്ലേറ്റ് ഉണ്ട്. ഇത് സർഫസ് പ്ലേറ്റ് ആയിട്ട് സങ്കല്പിക്കാം. അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷ്യൻ ബ്ലൂ ഇതിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമുക്ക് ഏത് സർഫസാണോ സ്ക്രാപ്പിംഗ് ചെയ്യേണ്ടത് ആ വർക്ക് നമ്മളിതിലേക്ക് ഇങ്ങനെ വെക്കും. ഓക്കെ, പ്ലേസിംഗ് ദ ജോബ് ടു ബി സ്ക്രാപ്ഡ്, മൂവ് ദ ജോബ് അണ്ടർ ലൈറ്റ് ഡൗൺവേർഡ് പ്രഷർ, കീപ്പിംഗ് ഓൾ ദ എഡ്ജസ് ഓഫ് ദ ജോബ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് സർഫസ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ഡൗൺവേർഡ് പ്രഷർ താഴത്തോട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു പ്രഷർ കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിലെല്ലാം ഇപ്പോൾ ഇറഗുലാരിറ്റീസ് കാണും. ഇപ്പോൾ നമ്മൾ മെഷീൻ ചെയ്ത സർഫസിൽ ഇതേപോലെ പൊങ്ങി നിൽക്കുന്ന ആ ഏരിയയെ ഹൈ സ്പോട്ട് എന്ന് പറയും. ഓക്കെ, ഇതിന് ലോ സ്പോട്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഹൈ സ്പോട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ സ്പോട്ടിൽ ആ പ്രഷ്യൻ ബ്ലൂ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡൗൺവേർഡ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. കെയർഫുള്ളി ലിഫ്റ്റ് ഓഫ് ദ ജോബ് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്യും. ഓക്കെ, മുകളിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കും. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും അതിനെ പൊക്കിയെടുത്ത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ നോക്കും, സ്റ്റഡി ദ പാച്ചസ് ഓഫ് മാർക്കിംഗ് കോമ്പൗണ്ട് ബിഫോർ യു ബിഗിൻ സ്ക്രാപ്പിംഗ്. സ്ക്രാപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ വർക്ക് സർഫസിൽ എവിടെയൊക്കെയാണ് ആ പാച്ചസ് ഉള്ളതെന്ന് നോക്കും. ഫസ്റ്റ് ടെസ്റ്റ് ഹാവിങ് 3 ഷൈനി പാച്ചസ്. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ 3 പാച്ചസ് ആണ് കണ്ടത്. അതായത് ഇങ്ങനെ ഒരു വർക്ക് സർഫസ് ഉണ്ട് നമുക്ക്, അതിലൊരു 3 പോയിന്റാണ് മെയിൻലി ഈ പ്രഷ്യൻ ബ്ലൂ മുങ്ങിയിരിക്കുന്നത്, അതിനകത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹൈ സ്പോട്ട് അതിൽ. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് ഹാവിങ് 3 ഷൈനി പാച്ചസ്, ഓൺലി പാച്ച് 3 വുഡ് ബി സ്ക്രാപ്ഡ്. ആ ഹൈ സ്പോട്ട് മാത്രം നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ നമ്മൾ എന്തെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ സർഫസിൽ ഇതേപോലെ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വർക്ക് സർഫസ് ഇതിൽ വെക്കും. പിന്നെ നമുക്ക് ഈ ടെസ്റ്റ് തന്നെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ മാർക്കിംഗ് കോമ്പൗണ്ട് പ്രഷ്യൻ ബ്ലൂ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് നേരത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ സ്ഥലത്തായിട്ട് കാണാം. അതായത് നേരത്തെ പൊങ്ങിയിരുന്ന സർഫസ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അതിന് താഴെയുള്ള സർഫസ് കൂടെ അതിൽ വരും. ഓക്കെ, അതായത് സെക്കൻഡ് ടെസ്റ്റ് ഹാവിങ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കിംഗ് കോമ്പൗണ്ട്. എന്നിട്ട് അത് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഹൈ സ്പോട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ ബിയറിംഗ് എന്താണ് ബിയറിംഗ് കോണ്ടാക്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ബിയറിംഗ് കോണ്ടാക്ട് ഒബ്റ്റൈൻഡ്. മെറ്റൽ കോണ്ടാക്ട് വിത്ത് സർഫസ് പ്ലേറ്റ്, ദ പോയിന്റ്സ് ഹാവ് ബീൻ റബ്ഡ് ഷൈനി. ഇപ്പം നമ്മൾ ആ സർഫസ് പ്ലേറ്റിൽ വെച്ചിട്ട് ഏതാണ് മെറ്റൽ കോണ്ടാക്ട് വന്നത്, അതായത് നേരത്തെ പൊങ്ങിയിരുന്ന ഏരിയയിലായിരിക്കും ഈ മെറ്റൽ കോണ്ടാക്ട് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഇത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞ് ഷൈനി ആക്കി മാറ്റും. ദേ ഹാവ് ബീൻ കണ്ടക്ട് വിത്ത് ദ മാർക്കിംഗ് കോമ്പൗണ്ട് ആൻഡ് കളേർഡ് ബൈ ഇറ്റ്. ദിസ് പോർഷൻ ഈസ് കോൾഡ് നോർമൽ കോണ്ടാക്ട് പോയിന്റ്. പിന്നെ എന്ന് പറയാൻ നേരത്ത് ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ഹാർഡ് കോണ്ടാക്ട് പോയിന്റ്സ് ഉണ്ട്. ഈ പൊങ്ങിയിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ഈ 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഹാർഡ് കോണ്ടാക്ട് പോയിന്റ്സ് ആണ്. പിന്നെ അതിന് താഴെയായിട്ട് കാണുന്ന ഈ 2 എന്ന് കൊടുത്തിരിക്കുന്ന ഏരിയ ഉണ്ട്, അതെന്ന് പറയുന്നതാണ് നോർമൽ കോണ്ടാക്ട് പോയിന്റ്സ്. പിന്നെ ഈ സർഫസ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരാത്തൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അതിനെ നോൺ കോണ്ടാക്ട് പോയിന്റ്സ് എന്ന് പറയും.
3 എന്ന് പറയുന്നത് നോൺ കോൺടാക്ട് പോയിന്റ് ആണ്. ഹാവ് നോട്ട് ബീൻ ഇൻ കോൺടാക്ട് വിത്ത് ദ മാർക്കിംഗ് കോമ്പൗണ്ട്. അപ്പോൾ ഈ മാർക്കിംഗ് കോമ്പൗണ്ടുമായിട്ട് കോൺടാക്ട് വരാത്ത പോയിന്റിനെ പറയുന്ന പേര് നോൺ കോൺടാക്ട് പോയിന്റ് ആണെന്ന് ഓർക്കുക. ആഫ്റ്റർ തേർഡ് സ്ക്രാപ്പിംഗ് കംപ്ലീറ്റഡ് ആൻഡ് ടെസ്റ്റിംഗ് ദ ഷൈനിങ് ഷോസ് ദ ഷൈനിങ് സ്പോട്ട്സ് ആർ മോർ ദാൻ ദോസ് കളേർഡ് വിത്ത് മാർക്കിംഗ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ 3 സ്ക്രാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വർക്ക് സർഫസിൽ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ മാർക്കിംഗ് കോമ്പൗണ്ട് വന്ന രീതിയിലായിരിക്കും. ദ പാച്ചസ് ആർ ഗ്രേറ്റർ ഇൻ നമ്പർ ഇൻ സൈസ് മോർ ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഈ പാച്ചസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് നമ്മൾ ഹൈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലെവൽ സർഫസ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം എല്ലായിടത്തും ഈ മാർക്കിംഗ് കോമ്പൗണ്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ദ എൻലാർജ്ഡ് വ്യൂ ഓഫ് എ പാറ്റേൺ ഓഫ് സ്ക്രാപ്പിംഗ് മാർക്സ് ഓൺ ദ സ്മോൾ പാച്ചസ് ഷോൺ ഫിഗർ. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എൻലാർജ്ഡ് വ്യൂ കാണിച്ചിരിക്കുന്നത് മാത്രമേ. ഫർദർ ടെസ്റ്റിംഗ് സ്ക്രാപ്പിംഗ് വുഡ് പ്രൊഡ്യൂസ് എ മോർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാർജർ നമ്പർ ഓഫ് സ്മോളർ സൈസ്ഡ് പാച്ചസ്. ആ സ്മോളർ സൈസ്ഡ് പാച്ചസിനെ പറയുന്ന പേരാണ് ബിയറിംഗ് സ്പോട്ട്. ഈ സ്മോളർ സൈസ് പാച്ചസിനെ പറയുന്ന പേര് ബിയറിംഗ് സ്പോട്ട് എന്നും, ഹൈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാർജറായിട്ട് പൊങ്ങിയിരിക്കുന്ന ആ ഏരിയ പറയുന്ന പേരുമാണ്. ഓക്കെ, പിന്നെ നേരത്തെ 3 സ്പോട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 25 mm സ്ക്വയർ എടുക്കാൻ നേരത്തെ അതിനകത്ത് 25 ബിയറിംഗ് പാർട്സ് കാണും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ക്വസ്റ്റ്യൻ സ്ക്രാപ്പറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഫിഗർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സ്ക്രാപ്പറാണ്. ഓക്കെ, ഫ്ലാറ്റ് സ്ക്രാപ്പർ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആപ്ലിക്കേഷനാണ്, ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ സ്ക്രാപ്പിംഗ് ഫ്ലാറ്റ് സർഫസസ് ഫ്ലാറ്റ് സ്ക്രാപ്പേഴ്സ് വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നത്. അതിന് റെക്ടാങ്കുലർ ബ്ലേഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലാർജ് ഫ്ലാറ്റ് സർഫസസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എഡ്ജ് നോട്ട് തിക്കർ ദാൻ 3 mm. ഈ കാണുന്നതാണ് അതിൻ്റെ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3 mm കൂടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹുക്ക് സ്ക്രാപ്പർ വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ്. നേരത്തെ ഉണ്ടായിരുന്ന ബ്ലേഡിൽ നിന്ന് ഇതൊരു ഹുക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും അതിൻ്റെ എൻഡിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഹുക്ക് സ്ക്രാപ്പർ എന്ന് പറയുന്നത്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാര്യം ഓർത്ത് വെക്കുക. ഹുക്ക് സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ദ സെൻറ്റർ പോർഷൻ ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ്. നേരത്തെ ലാർജ് ഫ്ലാറ്റ് സർഫസ് ആയിരുന്നെങ്കിൽ ഇവിടെ സെൻറ്റർ പോർഷൻ ആണ്. ആ പോയിന്റ് കീവേഡ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. സെൻറ്റർ പോർഷൻ ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ് വേർ ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ടു യൂസ് ഓഫ് ഫ്ലാറ്റ് സ്ക്രാപ്പർ. ഫ്ലാറ്റ് സ്ക്രാപ്പർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ലാർജ് ഫ്ലാറ്റ് സർഫസിലാണ് ഹുക്ക് സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. പിന്നെ കർവ്ഡ് സർഫസിൽ യൂസ് ചെയ്യുന്ന സ്ക്രാപ്പർ ഏതാണ്? ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഈസ് കർവ്ഡ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദ കർവ്ഡ് സർഫസ്. അപ്പോൾ ഹാഫ് റൗണ്ട് സ്ക്രാപ്പറാണ് നമ്മൾ കർവ്ഡ് സർഫസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഫിഗറാണ് ഹാഫ് റൗണ്ട് സ്ക്രാപ്പറിൻ്റെ. ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ വള്ളം പോലെ ഇരിക്കുന്നു ഓർത്താൽ മതി. ഓക്കെ, വള്ളം പോലെ ഇരിക്കുന്നു ഓർത്താൽ മതി. അപ്പം ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രാപ്പ് ബിയറിംഗ് ബ്ലോക്സ് ഓർ ബ്രാസസ്. പ്രഷർ ഈസ് അപ്ലൈഡ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ആൻഡ് കട്ടിംഗ് എഡ്ജ് മൂഡ് റൈറ്റ് ആംഗിൾസ് ടു ലെങ്ത്. അപ്പോൾ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബിയറിംഗ് ബ്ലോക്സ്. അപ്പോൾ ബിയറിംഗ് ബ്ലോക്സ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ആണെന്ന് അറിയുക. പിന്നെ ഇതിനകത്ത് പ്രഷർ എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ റേഡിയൽ ഡയറക്ഷനിലേക്കാണ് ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് കട്ടിംഗ് എഡ്ജ് മൂഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലെങ്ത്. ഇതിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്തിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് സ്ക്രാപ്പിംഗ് മാർക്സ് ആർ സർക്കംഫറൻഷ്യൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സ്ക്രാപ്പിംഗ് മാർക്ക് ഉണ്ടാകുന്നത് സർക്കംഫറൻഷ്യൽ ആയിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്, PYQ ആണ്. 3 സ്ക്വയർ ഓർ ട്രയാങ്കുലർ സ്ക്രാപ്പർ. 3 സ്ക്വയർ നമുക്ക് ട്രയാങ്കുലർ സ്ക്രാപ്പറിൻ്റെ പേര് അറിയായിരിക്കും, 3 സ്ക്വയർ. ഓക്കെ, ആ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ട്രയാങ്കുലർ സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണെന്ന് ഓർക്കുക. ഈച്ച് ഓഫ് ദ 3 ഫേസസ് ആർ ഹാലോ ഗ്രൗണ്ട്. അപ്പോൾ ഈ 3 ഫേസസും ഹാലോ ഗ്രൗണ്ട് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡിബറിംഗ് എഡ്ജസ് ഓഫ് ദ ആക്യുറേറ്റ് ഹോൾസ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യുക, സ്മോൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡിബറിംഗ് എഡ്ജസ് ഓഫ് ആക്യുറേറ്റ് ഹോൾസ്. നെക്സ്റ്റ്, ദ കട്ടിംഗ് എഡ്ജ് ഈസ് മൂവ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് ലെങ്ത്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ കട്ടിംഗ് എഡ്ജ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്തിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും.
അടുത്തതാണ് ബുൾനോസ് സ്ക്രാപ്പർ. ഇതിൻ്റെ ഷേപ്പ് ബുൾനോസ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകണം. ബുൾനോസ് സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് ലൈക്ക് എൻഡ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഡിസ്ക് ലൈക്ക് എൻഡ് ആയിരിക്കും, നമ്മുടെ സ്പൂൺ പോലെ ഇരിക്കുന്ന ഒരു എൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ബിയറിംഗ് ബ്ലോക്സിൻ്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഇവിടെ ലാർജ് ബിയറിംഗ്സ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബുൾനോസ് സ്ക്രാപ്പർ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വേസ്, എയ്തർ വിത്ത് സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് ഓഫ് എ ഫ്ലാറ്റ് സ്ക്രാപ്പർ ഓർ വിത്ത് ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് ഓഫ് എ ഫ്ലാറ്റ് സ്ക്രാപ്പർ. ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. ഒരു സർക്കംഫറൻസ് അറൗണ്ട് ആയിട്ടുള്ള മൂവ്മെന്റ്. ഓക്കെ, ഇതൊരു സർക്കംഫറൻസ്, ഈ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണലായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്ക്രാപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഇപ്പോൾ ഒരു ടൂൾ നമ്മൾ പഠിക്കാൻ നേരത്ത് ആ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എല്ലാത്തിനെയും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹൈ ഗ്രേഡ് ടൂൾ സ്റ്റീൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ, ടങ്സ്റ്റൺ കാർബൈഡ് ടിപ്ഡ് ടൂളാണ് സ്ക്രാപ്പർ മെറ്റീരിയൽ എന്ന് നോക്കുക. ഹൈ ഗ്രേഡ് ടൂൾ സ്റ്റീല്, സ്പെഷ്യൽ അലോയ് സ്റ്റീല്, ടങ്സ്റ്റൺ കാർബൈഡ് ടിപ്ഡ് ടൂൾ. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ഹാൻഡിൽ. ഓക്കെ, ഇപ്പം ഹാൻഡിലും കൂടെ ചേർത്താണ് വരുന്നത്. ഓവറോൾ ലെങ്ത് ഓഫ് ബ്ലേഡ് ആൻഡ് ഹാൻഡിൽ മേ റേഞ്ച് ഫ്രം 150 to 500 mm. അപ്പോൾ അതിൻ്റെ റേഞ്ചും കൂടെ മനസ്സിലാക്കിയിരിക്കുക. 150 മുതൽ 500 mm വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ആ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്ന ബ്ലേഡിൻ്റെ കൂടെ ഹാൻഡിലും കൂടെ കാണുമെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ ഒരു സ്ക്രാപ്പർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ഹോൾഡിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹോൾഡിംഗ് പൊസിഷൻ ഓഫ് ഫ്ലാറ്റ് സ്ക്രാപ്പർ. ദ ഹാൻഡിൽ ഓഫ് ദ സ്ക്രാപ്പർ ഈസ് ഹെൽഡ് ആൻഡ് പുഷ്ഡ് ബൈ റൈറ്റ് ഹാൻഡ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഹാൻഡിൽ പിടിക്കുന്നത്, എന്നിട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോൾഡ് ദ റൈറ്റ് എൽബോ ഔട്ട് ഫ്രം ദ ബോഡി വെൻ ബിഗിനിങ് ഓഫ് ഫോർവേഡ് കട്ടിംഗ് സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ ഫോർവേഡ് കട്ടിംഗ് സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ഓഫ് ഫോർവേഡ് കട്ടിംഗ് സ്ട്രോക്ക് ഹോൾഡ് ദ റൈറ്റ് എൽബോ ഔട്ട് ഓഫ് ഫ്രം ദ ബോഡി, നമ്മുടെ ബോഡിയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം എൽബോ പൊസിഷൻ. ഹോൾഡ് ദ റൈറ്റ് എൽബോ out of from the body when beginning of forward cutting stroke. As you finish short cutting stroke, bring the elbow into the body. നമ്മളൊരു ഷോർട്ട്, ആ കട്ടിങ് തീർന്ന് ഷോർട്ട് കട്ടിങ് ആണ്. ഓക്കെ, ആ എൽബോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയോട് ചേർത്തിരിക്കണമെന്നാണ് പറയുന്നത്. ദ ബ്ലേഡ് ഈസ് ഗൈഡഡ് ആൻഡ് പ്രസ് ഡൗൺ ബൈ ദ ലെഫ്റ്റ് ഹാൻഡ്. ഈ ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. പ്രസ് ഡൗൺ ബൈ ദ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, grasp the blade with the root of the little finger above the blade and 40 to 50 mm from the cutting edge. നമ്മൾ ആ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിൽ നിന്ന് 40 mm to 50 mm, അതിൻ്റെ കട്ടിങ് എഡ്ജിൽ നിന്ന് 40 mm to 50 mm എവേ ആയിരിക്കണം ഫ്രം ദ കട്ടിങ് എഡ്ജ്. പിന്നെ കാൾ ദ ലിറ്റിൽ ഫിംഗർ ആൻഡ് സെക്കൻഡ് ഫിംഗർ ലൈറ്റ്ലി അറൗണ്ട് ദ ബ്ലേഡ്. പിന്നെ നമ്മുടെ ചെറുവിരലും സെക്കൻഡ് ഫിംഗറും ആ ബ്ലേഡിനെ അറൗണ്ടായിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. ദ ഫസ്റ്റ് ഫിംഗർ ലൈസ് ലൂസ്ലി അറൗണ്ട് ദ ബ്ലേഡ് ആൻഡ് തമ്പ് ലൈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബ്ലേഡ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് ഇതിന് അറൗണ്ടായിട്ട് നമ്മൾ ചുറ്റി പിടിച്ചിരിക്കണം. പിന്നെ ഈ തമ്പ് എന്ന് പറയുന്നത് ആ ബ്ലേഡിൻ്റെ ടോപ്പിലും ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫോർ വർക്ക് ഓഫ് ആവറേജ് ഹാർഡ്നെസ് ബ്ലേഡ് ഓഫ് സ്ക്രാപ്പർ ഇസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് അബൌട്ട് 30 degree ടു സർഫസ്. അപ്പോൾ ഒരു ആംഗിളിൽ സ്ക്രാപ്പർ പിടിക്കണം. ആ ആംഗിൾ എന്ന് പറയുന്നത് ആവറേജ് ഹാർഡ്നെസ് ഉള്ള സ്ഥലത്ത് 30 to സർഫസ് ആയിരിക്കണം, 30 degree ആയിരിക്കണം. ഓക്കെ, ഫോർ വെരി ഹാർഡ് വർക്ക് വിത്ത് ആംഗിൾ മേ ബി ഗ്രേറ്റർ വൈൽ സോഫ്റ്റർ മെറ്റൽസ് ആംഗിൾ മേ ബി ഡിക്രീസ്ഡ്. അപ്പോൾ ഒരു സോഫ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയലിന് ഈ ആംഗിൾ എന്ന് പറയുന്നത് 20 വരെ നമുക്ക് കുറക്കാം. ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ ആകുന്നിടത്ത് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ആംഗിൾ, സ്ക്രാപ്പർ പിടിക്കേണ്ട ആംഗിൾ. After scraping in one general direction and testing in the surface plate, change the general direction of scraping by about 90 degree. അപ്പോൾ നമ്മൾ ഒരു തവണ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ, ആ നമ്മൾ ടെസ്റ്റ് ചെയ്യും സർഫസ് പ്ലേറ്റ് വെച്ച്. അതിനുശേഷം നമ്മൾ ആ സ്ക്രാപ്പ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ആ ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ക്രാപ്പ് ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഡയറക്ഷനും രണ്ടാമത് ചെയ്തിരിക്കുന്നത് ബി എന്ന് പറഞ്ഞ ഡയറക്ഷനിലാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 90 degree ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കോഴ്സ് എന്നും സെക്കൻഡ് കോഴ്സ് എന്നും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്ക്രാപ്പേഴ്സ്. എന്തൊക്കെ കെയർ ആണ് നോക്കേണ്ടത്. സ്ക്രാപ്പേഴ്സ് മസ്റ്റ് ബി ഷാർപ്പ് ആൻഡ് കെപ്റ്റ് വിത്ത് ഗുഡ് കണ്ടീഷൻ ടു ഹാൻഡിൽ.
അപ്പോൾ അത് ഷാർപ്പായിരിക്കണം, അത് ഗുഡ് കണ്ടീഷനിലായിരിക്കണം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. കവർ ദ കട്ടിംഗ് എഡ്ജ് വിത്ത് റബ്ബർ ഓർ ലെതർ ഷീത്ത്. അപ്പോൾ ഈ കട്ടിംഗ് എഡ്ജ് നമ്മൾ കവർ ചെയ്യണം റബ്ബർ അല്ലെങ്കിൽ ലെതർ ഷീത്ത് ഉപയോഗിച്ച്. ഓക്കെ. ആഫ്റ്റർ യൂസ് അപ്ലൈ ഗ്രീസ് ഓൺ കട്ടിംഗ് എഡ്ജ് ടു അവോയ്ഡ് കൊറോഡിങ്. കൊറോഷൻ ഒഴിവാക്കാനായിട്ട് ഇവിടെ ഗ്രീസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. സ്ക്രാപ്പർ ഷുഡ് നോട്ട് ഫോൾ ഡൗൺ ഫ്രം ദ ബെഞ്ച്. ആ ബെഞ്ചിൽ നിന്ന് സ്ക്രാപ്പർ താഴെ വീഴാൻ പാടില്ല. ഡോൺ മിക്സ് വിത്ത് അതർ ടൂൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്ക്രാപ്പിംഗ് കർവ്ഡ് സർഫസിനെ കുറിച്ചാണ്. അപ്പം കർവ്ഡ് സർഫസ് സ്ക്രാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഫ് റൗണ്ട് സ്ക്രാപ്പറാണ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റ് സ്ക്രാപ്പിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കർവ്ഡ് സർഫസ് സ്ക്രാപ്പ് ചെയ്യുന്നത്. ഇതിലെ മെത്തേഡിൽ ഫോർ സ്ക്രാപ്പിംഗ് കർവ്ഡ് സർഫസസ് ഹാൻഡിൽ ഈസ് ഹെൽഡ് ബൈ ഹാൻഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ദി സ്ക്രാപ്പർ ഇൻ ദ റിക്വയർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ആ സ്ക്രാപ്പർ റിക്വയർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹാൻഡിൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പ്രഷർ എന്ന് പറയുന്നത് എക്സേർട്ട് ചെയ്യുന്നത് പ്രഷർ ഈസ് എക്സേർട്ടഡ് വിത്ത് അതർ ഹാൻഡ് ഓൺ ദ ഷാങ്ക് ഫോർ കട്ടിങ്. നേരത്തെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പറഞ്ഞായിരുന്നു ഫ്ലാറ്റ് സ്ക്രാപ്പിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ഇതിൽ ആ ഷാങ്കിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. പ്രഷർ ഈസ് എക്സേർട്ടഡ് വിത്ത് അതർ ഹാൻഡ് ഓൺ ദ ഷാങ്ക് ഫോർ കട്ടിങ്. പിന്നെ റഫ് സ്ക്രാപ്പിങ്ങിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. റഫ് സ്ക്രാപ്പിംഗ് വിൽ നീഡ് എക്സസീവ് പ്രഷർ വിത്ത് ലോങ്ങർ സ്ട്രോക്ക്. അപ്പോൾ റഫ് സ്ക്രാപ്പിങ്ങിന് വേണ്ടത് എക്സസീവ് പ്രഷർ വേണം, കൂടുതൽ മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ആവണം. അതുപോലെ തന്നെ ലോങ്ങർ സ്ട്രോക്കും ആയിരിക്കും വേണ്ടത്, അതായത് ഫുൾ സ്ട്രോക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഫൈൻ സ്ക്രാപ്പിങ്ങിന് വേണ്ടത് പ്രഷർ നമ്മളവിടെ റെഡ്യൂസ് ചെയ്യുന്നു, അധികം പ്രഷർ വേണ്ട. ഓക്കെ. അതുപോലെ തന്നെ സ്ട്രോക്ക് ലെങ്തും ഷോർട്ടർ ആയിരിക്കും. അപ്പം സ്ട്രോക്ക് ലെങ്ത് ഷോർട്ടർ ആയിരിക്കും, അതുപോലെ തന്നെ പ്രഷറും കുറവ് മതി. റഫ് സ്ക്രാപ്പിങ്ങിൻ്റെ കേസിൽ നമുക്ക് എക്സസീവ് പ്രഷർ വേണം, അതുപോലെ തന്നെ ലോങ്ങർ സ്ട്രോക്കും ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നെക്സ്റ്റ്, കട്ടിംഗ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഓൺ ബോത്ത് ഓൺ ഫോർവേഡ് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക്. അതായത് ഫോർവേഡ് സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും കട്ടിംഗ് ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഡ്യൂറിങ് ഫോർവേഡ് മൂവ്മെന്റ് വൺ കട്ടിംഗ് എഡ്ജ് ആക്ട്സ് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് അതർ കട്ടിംഗ് എഡ്ജ് ആക്ട്. അപ്പോൾ ഒരു ഫോർവേഡ് മൂവ്മെന്റിൽ ഒരു കട്ടിംഗ് എഡ്ജ് ആയിരിക്കും അവിടെ ആക്ഷൻ നടക്കുന്നത്, അടുത്ത റിട്ടേൺ സ്ട്രോക്കിൽ അടുത്ത കട്ടിംഗ് എഡ്ജിലായിരിക്കും അവിടെ കട്ടിംഗ് നടക്കുന്നത്. ഓക്കെ. ആഫ്റ്റർ ഈച്ച് പാസ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കട്ടിംഗ്. ദിസ് എൻഷുവേഴ്സ് എ യൂണിഫോം സർഫസ്. അതായത് ഓരോ പാസിന് ശേഷവും ഒരു തവണ നമ്മൾ ഇതേപോലെ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കട്ടിംഗ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യം സ്ക്രാപ്പ് ചെയ്തത് ഈ ഡയറക്ഷനിലായിരുന്നു. ഓക്കെ. അടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിഫോം സർഫസ് കിട്ടാനായിട്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. യൂണിഫോം സർഫസ്. ഓക്കെ. യൂസ് എ മാസ്റ്റർ ബാർ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ സർഫസ് ബീങ് സ്ക്രാപ്ഡ്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ആണോ നമ്മൾ സ്ക്രാപ്പ് ചെയ്തത്, കറക്റ്റ് ഡയമെൻഷനിലാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു മാസ്റ്റർ ബാർ വെച്ച് ചെക്ക് ചെയ്യും. ഓക്കെ. അപ്ലൈ തിൻ കോട്ടിംഗ് ഓഫ് പ്രഷ്യൻ ബ്ലൂ ഓൺ ദ മാസ്റ്റർ ബാർ ടു ലൊക്കേറ്റ് ദ ഹൈ സ്പോട്ട്. നമുക്ക് ഇതാണ് മാസ്റ്റർ ബാർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കർവ്ഡ് സർഫസ്. അപ്പോൾ ഈ മാസ്റ്റർ ബാറിൽ ആദ്യം നമ്മൾ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്യും, അതിനുശേഷമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഹൈ സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്കവിടെ അറിയാൻ പറ്റും, സ്പോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രാപ്പറിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൗണ്ടർ സിങ്കിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് കൗണ്ടർ സിങ്കിങ്? കൗണ്ടർ സിങ്കിങ്ങും കൗണ്ടർ ബോറിങ്ങും പരസ്പരം തെറ്റിപ്പോകുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു കീവേഡ് ഉണ്ട്, അത് നോക്കി വെച്ചാൽ തെറ്റില്ല. കൗണ്ടർ സിങ്കിങ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് ബിവലിംഗ് ദ എൻഡ് ഓഫ് എ ഡ്രിൽഡ് ഹോൾ. അപ്പോൾ കൗണ്ടർ സിങ്കിങ്ങിൻ്റെ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ ബിവലിംഗ് എന്നുള്ള കീവേഡ് നോക്കി വെക്കുക. ഓപ്പറേഷൻ ഓഫ് ബിവലിംഗ് ദ എൻഡ് ഓഫ് എ ഡ്രിൽഡ് ഹോൾ. ഇതാണ് നമ്മുടെ ഡ്രിൽഡ് ഹോള്. അപ്പോൾ അതിൽ ബിവല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ ഇരിക്കുന്ന ഹോളാണ്, അത് നമ്മൾ ബിവല് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ. അതാണ് കൗണ്ടർ സിങ്കിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂളിനെ പറയുന്ന പേരാണ് കൗണ്ടർ സിങ്ക്. ഓക്കെ. കൗണ്ടർ സിങ്കിങ് ക്യാരിഡ് ഔട്ട് ദ ഫോളോയിങ് പർപ്പസ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്, അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ടു പ്രൊവൈഡ് എ റെസസ് ഫോർ ദ ഹെഡ് ഓഫ് എ കൗണ്ടർ സിങ്ക് സ്ക്രൂ. അപ്പോൾ ഒരു കൗണ്ടർ സിങ്ക് സ്ക്രൂയ്ക്ക് ഒരു റെസസ് പ്രൊവൈഡ് ചെയ്യാനാണ്, അതിൻ്റെ ഹെഡ് അതിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കാനായിട്ട്. സോ ദാറ്റ് ഇറ്റ് ഫ്ലഷ് വിത്ത് ദ സർഫസ് ആഫ്റ്റർ ഫിക്സിങ്. ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ഇതിൽ ആ സ്ക്രൂവിൻ്റെ ഹെഡ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവിടെ ഒരു ബിവല് കൊടുത്ത് ആ കൗണ്ടർ സങ്ക് ഹെഡ് സ്ക്രൂവിനെ ഉള്ളിലേക്ക് ഫ്ലഷ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ടാണ് നമ്മളവിടെ കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്. ഇത് തന്നെ കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടേപ്പേർഡ് ആയിട്ടുള്ള സ്ക്രൂ ആയിരിക്കത്തില്ല, ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്ക്രൂ ആയിരിക്കും.
അത് ഫ്ലഷ് ചെയ്ത് വെക്കാനായിട്ട് കൗണ്ടർ ബോറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ടു ഡിബർ എ ഹോൾ ആഫ്റ്റർ ഡ്രില്ലിംഗ്. അപ്പോൾ ഡ്രില്ല് ചെയ്ത ഒരു ഹോള് ഡിബർ ചെയ്യാനായിട്ടും നമ്മൾ കൗണ്ടർ സിങ്കിങ് ചെയ്യും. ഫോർ അക്കോമഡേറ്റിംഗ് കൗണ്ടർ സിങ്ക് റിവറ്റ് ഹെഡ്. കൗണ്ടർ സിങ്ക് ആയിട്ടുള്ള റിവറ്റ് ഹെഡ്സ് ഉണ്ട്, സ്ക്രൂ മാത്രമല്ല കൗണ്ടർ സിങ്ക് റിവറ്റ് ഹെഡ്സ് ഉണ്ട്. അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൗണ്ടർ സിങ്കിങ് ചെയ്യും. ടു ചാംഫർ ദ എൻഡ്സ് ഓഫ് ഹോൾസ് ഫോർ ത്രെഡ് കട്ടിംഗ് ആൻഡ് അതർ മെഷീനിങ് പ്രോസസ്. ഇപ്പോൾ നമ്മൾ ഹെഡ് ഇവിടെ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ചാംഫർ ചെയ്ത് വെക്കാനായിട്ട് ത്രെഡ് ചെയ്യുന്നതിന്, ത്രെഡ് കട്ടിംഗ് പർപ്പസ് അല്ലെങ്കിൽ അതർ മെഷീനിങ് പ്രോസസ്സിനൊക്കെ വേണ്ടി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൗണ്ടർ സിങ്കിങ് ചെയ്യുന്ന ഓർക്കുക. പിന്നെ ഈ ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൗണ്ടർ സിങ്കിങ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് കൗണ്ടർ സിങ്കിങ് എന്താണെന്നുള്ള നിലയ്ക്ക് ചോദിക്കാം, പിന്നെ അതിൻ്റെ എവിടേക്കാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാം. അതുകൂടാതെ ചോദിക്കുന്നത് ഇതിൻ്റെ ആംഗിളാണ്, ഡിഫറെൻറ്റ് ആംഗിൾ. ഇപ്പോൾ 75 ഡിഗ്രി എന്ന് പറയുന്ന കൗണ്ടർ സിങ്ക് യൂസ് ചെയ്യുന്നത് റിവറ്റിങ്ങിനാണ്. ഓക്കെ, 80 ഡിഗ്രി ആകുന്നിടത്ത് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആണെന്ന് ഓർക്കുക. 90 ഡിഗ്രി എന്ന് പറയുന്നത് ഹെഡ് സ്ക്രൂസിനും ഡിബറിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ത്രെഡ് ചെയ്യാനായിട്ട് ആ ഹോളിൻ്റെ എൻഡിൽ ചാംഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതർ മെഷീനിങ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് 120 ഡിഗ്രി എന്ന് ഓർക്കുക. പിന്നെ കൗണ്ടർ സിങ്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കൗണ്ടർ സിങ്സ് ഹാവ് മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ആൻഡ് ആർ അവൈലബിൾ ഇൻ ടേപ്പർ ഷാങ്ക് ആൻഡ് സ്ട്രൈറ്റ് ഷാങ്ക്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കൗണ്ടർ സിങ്സിൽ മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് കാണും ഇതുപോലെ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷാങ്ക് എന്ന് പറയുന്നത് ടേപ്പേഡ് ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിരിക്കാം. പിന്നെ ഫോർ കൗണ്ടർ സിങ്സ് സ്മോൾ ഡയമീറ്റർ ഹോൾസ് സ്പെഷ്യൽ കൗണ്ടർ സിങ്സ് വിത്ത് 2 or 1 ഫ്ലൂട്ട് ആർ അവൈലബിൾ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഹോളിലാണ് കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ സിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ അതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഫ്ലൂട്ട്സ്, ഡ്രില്ലിൽ കാണുന്ന പോലെ ഫ്ലൂട്ട്സ് കട്ട് ചെയ്തിരിക്കും. ഓക്കെ, ദിസ് വിൽ റെഡ്യൂസ് ദ വൈബ്രേഷൻ വൈൽ കട്ടിങ്. അപ്പോൾ ആ ഫ്ലൂട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ സിങ്കിൽ കൊടുത്തിരിക്കുന്നത് വൈബ്രേഷൻ കുറയ്ക്കാനാണ്. ഓക്കെ, വൈബ്രേഷൻ കുറയ്ക്കാൻ. നെക്സ്റ്റ് കൗണ്ടർ സിങ്സ് വിത്ത് പൈലറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് സാധാരണ ചോദിക്കുന്നത് ഏത് വർക്കിനായിട്ടാണ് ഈ കൗണ്ടർ സിങ്ക് വിത്ത് പൈലറ്റ് യൂസ് ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി വർക്കിനാണ്. ഇനി നമുക്ക് നോക്കാം. ഫോർ പ്രിസിഷൻ കൗണ്ടർ സിങ്കിങ് നീഡഡ് ഫോർ മെഷീൻ ടൂൾ അസംബ്ലിംഗ് ആൻഡ് അതർ മെഷീനിങ് പ്രോസസ് കൗണ്ടർ സിങ്സ് വിത്ത് പൈലറ്റ് ആർ യൂസ്ഡ്. അപ്പോൾ പ്രിസിഷൻ വർക്ക്, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി വർക്ക്, ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ കൗണ്ടർ സിങ്ക് വിത്ത് പൈലറ്റ് യൂസ് ചെയ്യുന്നത്. ദ പൈലറ്റ് ഈസ് പ്രൊവൈഡ് അറ്റ് ദ എൻഡ് ഫോർ ഗൈഡിംഗ് ദ കൗണ്ടർ സിങ്ക് കോൺസെൻട്രേറ്റ് ടു ദ ഹോൾ. അപ്പോൾ ഈ പൈലറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് കൗണ്ടർ സിങ്കിനെ ഗൈഡ് ചെയ്യാനായിട്ടാണ്. ആ ഹോളിന് കോൺസെൻട്രിക് ആയിട്ട് തന്നെയാണോ ഈ കൗണ്ടർ സിങ്ക് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് എക്സെൻട്രിക് ആകാൻ പാടില്ല ആ ഹോള്, നമ്മൾ ആ ബിവിൽ ചെയ്യുന്ന ആ പ്രോസസ്സ്. അപ്പോൾ ആ ഡ്രില്ല് ചെയ്ത ഹോളിന് കോൺസെൻട്രിക് ആയിട്ട് തന്നെയാണോ കൗണ്ടർ സിങ്ക് കയറുന്നതെന്ന് നോക്കാനായിട്ട്, ഗൈഡ് ചെയ്യാനായിട്ടാണ് പൈലറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ സിങ്സ് വിത്ത് പൈലറ്റ്സ് ആർ അവൈലബിൾ വിത്ത് ഇന്റർചേഞ്ചബിൾ ആൻഡ് സോളിഡ് പൈലറ്റ്സ്. അപ്പോൾ ഈ കൗണ്ടർ സിങ്ക് വിത്ത് പൈലറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ പൈലറ്റ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്റർചേഞ്ചബിൾ ആണ്, നമുക്ക് മാറ്റിയിടാൻ പറ്റും വേറെ. അല്ലാതെ ഉള്ളത് സോളിഡ് ആയിരിക്കും, ആ കൗണ്ടർ സിങ്കിനോട് തന്നെ ചേർന്ന് ആ ഒരു ഐറ്റം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ നമുക്ക് പൈലറ്റ് ഇന്റർചേഞ്ച് ചെയ്തിടാൻ പറ്റും. പിന്നെ കൗണ്ടർ സിങ്ക് ഹോൾ സൈസസ്. ഇപ്പോൾ കൗണ്ടർ സിങ്ക് ഹോൾസ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 346 Part 1 1986 ആർ 4 ടൈപ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കൗണ്ടർ സിങ്ക് ഹോൾസിനെ IS സ്പെസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. 3406 Part 1. ഈ 3406 എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, Part 1 അറിഞ്ഞില്ലെങ്കിൽ. അതിന് 4 ടൈപ്സ് ആണുള്ളത്. ടൈപ്പ് A, B, C, D എന്ന് പറയുന്നത് D ഇല്ല. ഓക്കെ, ടൈപ്പ് E ആണുള്ളത്. അപ്പം 4 ഏതൊക്കെയാണ്? A, B, C ആൻഡ് E. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് എ എന്ന് പറയുന്നത്. ടൈപ്പ് എ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ്. നമ്മൾ സ്ക്രൂവിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ്, ക്രോസ് റെസസ്ഡ് ആൻഡ് സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ്. അപ്പോൾ ടൈപ്പ് എ എന്ന് പറയുന്നത് സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള. ക്രോസ് റെസസ്ഡ് ആൻഡ് സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസിന് യൂസ് ചെയ്യാറുണ്ട്. ദീസ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ 2 ഗ്രേഡ്സ്. അപ്പോൾ ഈ സ്ക്രൂസ് എന്ന് പറയുന്ന 2 ഗ്രേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മീഡിയവും ഫൈനും. ആ സ്ക്രൂസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ഫൈൻ ആണെന്ന് ഓർക്കുക. ഡയമെൻഷൻസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദ ടൈപ്പ് എ കൗണ്ടർ സിങ്ക് ഹോൾസ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഡെസിഗ്നേഷൻ ആർ ഗിവൺ ഇൻ ടേബിൾ. അത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ടൈപ്പ് ബി കൗണ്ടർ സിങ്ക് ഹോൾസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് വിത്ത് ഹെക്സാഗണൽ സോക്കറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ബി കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് വിത്ത് ഹെക്സാഗണൽ സോക്കറ്റ് ആണ്. ഓക്കെ, ഇവിടെ സ്ലോട്ടഡ് ആയിരുന്നു, ക്രോസ് റെസസ്ഡ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഹെക്സാഗൺ സോക്കറ്റ് ആണ് വരുന്നത്. ദ ഡയമെൻഷൻ ഓഫ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് ഡെസിഗ്നേഷൻ ഗിവൺ ടേബിൾ, ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ടൈപ്പ് സി എന്ന് പറയുന്നത് സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സിങ്ക്.
ഓവൽ ഷേപ്പിലുള്ള സ്ലോട്ടഡ് റൈസ്ഡ് കൗണ്ടർ സിങ്ക് ഹെഡ് ടാപ്പിംഗ് സ്ക്രൂസിലും ആൻഡ് ഫോർ സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ഫ്ലാറ്റ് ഓവലും ഉണ്ട് ഫ്ലാറ്റും ഉണ്ട് ഹെഡ് ടാപ്പിംഗ് സ്ക്രൂസിലാണ്. മെയിൻലി ഈ ഹെഡ് ടാപ്പിംഗ് സ്ക്രൂസ് അത് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഹെഡ് ടാപ്പിംഗ് സ്ക്രൂസ് ടൈപ്പ് സി. ദ ഡയമെൻഷൻ ഓഫ് അത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഇ എന്ന് പറയുന്നത് സ്ലോട്ടഡ് കൗണ്ടർ സിങ്ക് ബോൾട്ട് യൂസ്ഡ് ഫോർ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന കൗണ്ടർ സിങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഇ ആണ്. ഓക്കെ, ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു കൗണ്ടർ സിങ്ക് ടൈപ്പ് എയുടെ ഡയമെൻഷനും ഡെസിഗ്നേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മീഡിയവും ഫൈനും ഉണ്ടെന്ന് പറഞ്ഞു സ്ക്രൂസ്. അപ്പോൾ അതിൻ്റെ 2 ഡയമെൻഷനാണ് കാണിച്ചിരിക്കുന്നത്. 90 ഡിഗ്രിയാണ് അതിൻ്റെ ആ ആംഗിൾ വരുന്നത്, 2 കൗണ്ടർ സിങ്കുകൾക്കിടയിലുള്ള ആംഗിൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡൈസ് ആൻഡ് ഡൈ സ്റ്റോക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എക്സ്റ്റേണൽ ത്രെഡ് സിലിണ്ടറിക്കൽ വർക്ക് പീസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രെഡിങ് ഡൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ്. അതിൽ ഈ എക്സ്റ്റേണൽ ത്രെഡ് പുറമേക്ക് നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ടാപ്പിൻ്റെ കാര്യം കൂടെ കൊടുക്കുക. ഡൈസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ ടാപ്പ് എന്ന് പറയുന്ന ഇന്റേണൽ ത്രെഡാണ്. രണ്ടും മാറിപ്പോകരുത്. ഓക്കെ, ഇനി അതിൻ്റെ ടൈപ്സ് ആണ്. ടൈപ്സിൽ ഫസ്റ്റ് വൺ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേര് ബട്ടൺ ഡൈ. ഒരു ബട്ടൺ പോലെ ഇരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി, ബട്ടൺ. ഓക്കെ, നമ്മൾ ഷർട്ടിലേക്കുള്ള ബട്ടൺ പോലെ ഇരിക്കുന്നതിന് ബട്ടൺ ഡൈ എന്ന് പറയും. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ആണ്. സെക്കൻഡ് വൺ ഹാഫ് ഡൈ. തേർഡ് വൺ അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ അല്ലെങ്കിൽ ബട്ടൺ ഡൈ എന്ന് പറയുന്നത്. ഇതിൽ ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ക്വസ്റ്റിന് ചോദിക്കാം. അതെന്ന് പറയുന്നത് പെർമിറ്റ് സ്ലൈറ്റ് വേരിയേഷൻ സൈസ്. അപ്പോൾ ആ സൈസിൽ സ്ലൈറ്റ് വേരിയേഷൻ നൽകാനായിട്ടാണ് സ്ലോട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡൈസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ്. ഹൈ സ്പീഡ് സ്റ്റീൽ. ഓക്കെ, വെൻ ഹെൽഡ് ഇൻ ദ ഡൈ സ്റ്റോക്ക് വേരിയേഷൻ ഇൻ ദ സൈസ് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് ദ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. അപ്പോൾ ഈ ഡൈ സ്റ്റോക്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ സൈസിൽ വേരിയേഷൻ നൽകാനായിട്ടാണ് നമ്മളിവിടെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു ഡൈ സ്റ്റോക്കിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡൈ സ്റ്റോക്ക്. ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ ഈ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇതേപോലെ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള വർക്ക് പീസിൽ ഇത് വെച്ചതിന് ശേഷം ഈ സ്ക്രൂ ആണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് എന്ന് പറയുന്നത്. അതിലൊരു സെൻറ്റർ സ്ക്രൂ കാണും. ആ സെൻറ്റർ സ്ക്രൂവിന് നേരെ ആയിരിക്കും നമ്മുടെ ഈ സ്ലോട്ട് വരുന്നത്. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്ലോട്ട് അവിടെ വെക്കുന്നത്. പിന്നെ ഈ സൈഡ് സ്ക്രൂസ് ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് വേരി ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ ഈ സെൻറ്റർ സ്ക്രൂ എന്ന് പറയുന്നത് ടൈറ്റൻ ചെയ്തിരിക്കും ഇത് ഘടിപ്പിച്ചതിന് ശേഷം. പിന്നെ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാനായിട്ട് ഈ സെൻറ്റർ സ്ക്രൂ നമ്മൾ റിലീസ് ചെയ്യും. അതിനുശേഷം ഈ സൈഡ് സ്ക്രൂ നമ്മൾ ക്ലോക്ക് വൈസ് കൊടുത്തിട്ടാണ് ഇത് അകത്തേക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ സൈഡ് സ്ക്രൂ ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കുറക്കാനും പറ്റും. അപ്പോൾ ഏകദേശം അതാണ് അതിൻ്റെ വർക്കിംഗ്. വെൻ ഹെൽഡ് ഇൻ ദ ഡൈ സ്റ്റോക്ക് വേരിയേഷൻ ഇൻ ദ സൈസ് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഡൈ സ്റ്റോക്കിൽ ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസ് വേരി ചെയ്യാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് വെച്ച് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ദിസ് പെർമിറ്റ്സ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓഫ് ദ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് കട്ട് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സഹായിക്കും. ഓക്കെ, വെൻ ദ സൈഡ് സ്ക്രൂസ് ആർ ടൈറ്റൻ ഡൈ വിൽ ക്ലോസ് സ്ലൈറ്റ്ലി. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സൈഡ് സ്ക്രൂസ് ടൈറ്റൻ ചെയ്യാൻ നേരത്ത് ഈ ഡൈ ഉള്ളിലേക്ക് അടുക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഡെപ്ത് ഓഫ് കട്ട് സെൻറ്റർ സ്ക്രൂ ഈസ് അഡ്വാൻസ്ഡ് ആൻഡ് ലോക്ക്ഡ് ഇൻ ദ ഗ്രൂവ്. അപ്പോൾ നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യമേ സെൻറ്റർ സ്ക്രൂ എന്ന് പറയുന്നത് അഡ്വാൻസ് ചെയ്യുകയും ആ ഗ്രൂവിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് ഈസ് കോൾഡ് ബട്ടൺ പാറ്റേൺ സ്റ്റോക്ക്. അപ്പോൾ ഈ സർക്കുലർ സ്പ്ലിറ്റ് ഡൈ യൂസ് ചെയ്യുന്ന ഡൈ സ്റ്റോക്ക് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൈ സ്റ്റോക്ക്. അതിനെ പറയുന്ന പേര് ബട്ടൺ പാറ്റേൺ സ്റ്റോക്ക് എന്നാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡൈസ് ഇരിക്കുന്നത്. ഈ ഏരിയ, ഈ ചെറിയൊരു സർക്കിൾ വരുന്ന ഈ ഏരിയയിൽ മാത്രമാണ് നമ്മുടെ ഡൈസ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് ഡൈ. ഈ കാണുന്ന ആ പീസാണ്, ഈ കാണുന്ന ഈ 2 പീസാണ് ഹാഫ് ഡൈ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഡൈ ഹോൾഡറാണ്. ഈ കാണുന്ന അതിൻ്റെ ഡൈ ഹോൾഡറാണ്. ഇതിനകത്ത് വേരിയേഷൻ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാനായിട്ട് ഒരു സ്ക്രൂ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒറ്റ സ്ക്രൂവേ ഉള്ളൂ. ഓക്കെ, ഹാഫ് ഡൈസ് ആർ സ്ട്രോങ്ങർ ഇൻ കൺസ്ട്രക്ഷൻ. ഹാഫ് ഡൈസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ഇൻ കൺസ്ട്രക്ഷൻ ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ഈസിലി ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ഡെപ്ത് ഓഫ് കട്ട്, ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ഡെപ്ത് ഓഫ് കട്ട്. ദീസ് ഡൈസ് ആർ അവൈലബിൾ ഇൻ മാച്ചിങ് പെയർസ് ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ടുഗദർ. അപ്പോൾ ഈ ഡൈസ് എന്ന് പറയുന്നത് മാച്ചിങ് പെയർസ് ആയിട്ടായിരിക്കും അവൈലബിൾ. ഇപ്പോൾ സെയിം സൈസിലുള്ള 2 ഡൈസ് തന്നെ വേണമല്ലോ യൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാച്ചിങ് പെയർസ് ആയിട്ടായിരിക്കും ഈ ഡൈസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഓർക്കണം. പിന്നെ ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്ക്രൂ ഓഫ് ദ ഡൈ സ്റ്റോക്ക് ഡൈ പീസസ് ക്യാൻ ബി ബ്രോട്ട് ക്ലോസർ ടുഗദർ ഓർ ക്യാൻ ബി മൂവ്ഡ് അപ്പാർട്ട്. അതായത് നമ്മൾ ഈ ടാപ്പൊക്കെ തിരിക്കുന്ന പോലെ തന്നെ
ഇതാണ് നമ്മുടെ ആ സ്ക്രൂ എന്ന് പറയുന്നത്. അത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇത് തമ്മിലടുക്കും. ഓക്കെ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഈ സ്ക്രൂ ബാക്കിലോട്ട് വലിയും. അപ്പോൾ ഈ ഡൈ സ്റ്റോക്കും അതേപോലെ ബാക്കിലോട്ട് വലിയും. അങ്ങനെയാണ് ഇവിടെ ഡെപ്ത് ഓഫ് കട്ട് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യാനും ഓർക്കുക. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ഡൈ ഹോൾഡർ ആവശ്യമായിട്ട് വരും. ഈ കാണുന്നതാണ് സ്പെഷ്യൽ ഡൈ ഹോൾഡർ. ഇതിന് സെപ്പറേറ്റ് ഒരു ഡൈ ഹോൾഡർ ആവശ്യമായിട്ട് വരും, സ്പെഷ്യൽ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ ആണ്. ഇതെന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് 2 പീസ് ഡൈ സിമിലർ ടു ദ ഹാഫ് ഡൈ. ഇതും 2 പീസ് ഡൈ ആണ്, ഹാഫ് ഡൈക്ക് സിമിലർ ആണ്. പിന്നെ ഇതിലെന്ന് പറയുന്ന നേരത്തെ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞു, അതിലും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ ചെയ്യാൻ പറ്റും. ദിസ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ അഡ്ജസ്റ്റ്മെന്റ് ദാൻ സ്പ്ലിറ്റ് ഡൈ. സ്പ്ലിറ്റ് ഡൈയെക്കാട്ടി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 2 ഡൈ ഹൗസ് ആണ് ഉള്ളത്, ഹെൽഡ് സെക്യൂർലി ഇൻ എ കോളർ ബൈ മീൻസ് ഓഫ് എ ത്രെഡഡ് പ്ലേറ്റ്. അപ്പോൾ ഇതിലെന്ന് പറയുന്ന ഒരു ഗൈഡ് പ്ലേറ്റ് ഉണ്ട്. അതാണ് ഈ രണ്ട് ഡൈ ഹൗസിനെയും തമ്മിൽ സെക്യൂർ ആയിട്ട് ആ കോളറിൽ പിടിച്ചു നിർത്തുന്നത്. വിച്ച് ഓൾസോ ആക്ട് ആസ് എ ഗൈഡ് വൈൽ ത്രെഡിങ്. ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കും, അത് ഗൈഡ് പ്ലേറ്റ് ആണ്. ഓക്കെ, വെൻ ദ ഗൈഡ് പ്ലേറ്റ് ഈസ് ടൈറ്റൻഡ് ആഫ്റ്റർ പ്ലേസിംഗ് ദ ഡൈ പീസസ് ഇൻ ദ കോളർ, ഡൈ പീസസ് കറക്റ്റ്ലി ലൊക്കേറ്റഡ് ആൻഡ് റിജിഡ്ലി ഹെൽഡ്. അപ്പം നമുക്ക് ഈ ഗൈഡ് പ്ലേറ്റ് നമ്മൾ ടൈറ്റൻ ചെയ്യാൻ നേരത്ത് ആഫ്റ്റർ പ്ലേസിംഗ് ദ ഡൈ പീസസ് ഇൻ ദ കോളർ, ഡൈ പീസസ് ആർ കറക്റ്റ്ലി ലൊക്കേറ്റഡ് ആൻഡ് റിജിഡ്ലി ഹെൽഡ്. അപ്പോൾ ഈ ഗൈഡ് പ്ലേറ്റ് നമ്മൾ ടൈറ്റൻ ചെയ്യുന്ന സമയത്താണ് ഈ ഡൈ പീസസ്, ഇതാണ് നമ്മുടെ ഡൈ പീസസ്, ഇത് ഗൈഡ് പ്ലേറ്റ്, ഇത് നമ്മുടെ കോളർ. ഓക്കെ, ഈ കോളറിൻ്റെ ഉള്ളിലേക്ക് ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് പ്ലേറ്റിലെ ഈ ഹോൾ ഉണ്ടല്ലോ, ഇതിലേക്കായിരിക്കും നമ്മുടെ ഈ ഡൈ ഹൗസ് എടുത്ത് വെക്കുന്നത്. അതിനുശേഷം ഈ ഗൈഡ് പ്ലേറ്റ് ആയിരിക്കും ഇതിൽ ടൈറ്റൻ ചെയ്യുന്നത്. ദ ഡൈ പീസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് യൂസിങ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് ഓൺ ദ കോളർ. ഈ കോളറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് യൂസ്ഡ് ഈസ് കോൾഡ് ക്യുക്ക് കട്ട് ഡൈ സ്റ്റോക്ക്. അപ്പോൾ ക്യുക്ക് കട്ട് ഡൈ സ്റ്റോക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ ചോദിക്കാം. അത് സ്പ്ലിറ്റ് ഡൈ, അതെന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈയിലാണെന്ന് ഓർക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബോട്ടം ഹാഫ് ഓഫ് ദ ഡൈ അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ഡൈ ഹാഫ് ഈസ് ടേപ്പേർഡ് ടു പ്രൊവൈഡ് ദ ലീഡ് ഫോർ സ്റ്റാർട്ടിങ് ദ ത്രെഡ്. അപ്പം ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലീഡിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡൈ ഹാഫ്സിൻ്റെ ബോട്ടം ടേപ്പറായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ടേപ്പറായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓൺ വൺ സൈഡ് ഓഫ് ഈച്ച് ഡൈ ഹെഡ് ദ സീരിയൽ നമ്പർ ഈസ് സ്റ്റാമ്പ്. ഇതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബോത്ത് പീസസ് ഷുഡ് ഹാവ് ദ സെയിം സീരിയൽ നമ്പേഴ്സ്. അപ്പോൾ രണ്ട് പീസസിലും സെയിം സീരിയൽ നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ തമ്മിൽ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡൈനെറ്റ് ആണ്. ഡൈനെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഡൈനെറ്റ് എന്ന് പറയുന്നത് ഡാമേജ്ഡ് ആയിട്ടുള്ള ത്രെഡിനെ റീകണ്ടീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചേസിങ് ഓർ റീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്സ്. ഓക്കെ, ദ ഡൈനെറ്റ്സ് ആർ അവൈലബിൾ ഫോർ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സൈസസ് ഓഫ് ത്രെഡ്സ്. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സിലും സൈസസിലും അവൈലബിൾ ആണ്. ഇതൊരു സ്പാനർ വെച്ചിട്ടാണ് ടേൺ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ബ്ലാങ്ക് സൈസ് ഫോർ എക്സ്റ്റേണൽ ത്രെഡിങ് ആണ്. എക്സ്റ്റേണൽ ത്രെഡിങ് നമ്മൾ ബ്ലാങ്ക് സൈസ് സെലക്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും ലെസ്സർ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ് ഫ്രം പ്രാക്ടീസ് ദാറ്റ് ത്രെഡഡ് ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ബ്ലാങ്ക്സ് ഷോ എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. നമ്മൾ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻക്രീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബ്ലാങ്ക് സൈസ് സെലക്ട് ചെയ്യുന്നത് ചെറുതായിരിക്കണം. സച്ച് ഇൻക്രീസ് ഇൻ ദ ഡയമീറ്റർ വിൽ മേക്ക് അസംബ്ലി ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ത്രെഡ് കമ്പോണൻസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ത്രെഡുള്ള ഈ കമ്പോണൻറ്റ് ഒരു ഇന്റേണൽ ത്രെഡുമായിട്ടായിരിക്കുമല്ലോ എൻഗേജ് ആകുന്നത്. അപ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് വരും നമ്മൾ ലാർജർ സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലാങ്ക് സൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് 1/10 ഓഫ് ദ പിച്ച് ഓഫ് ദ ത്രെഡിനെക്കാട്ടിൽ കുറവായിരിക്കണം. ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഷുഡ് ബി ലെസ് ബൈ 1/10 ഓഫ് ദ പിച്ച്. അതായത് ഡി എന്ന് പറയുന്ന നമ്മുടെ മെട്രിക് തന്നിരിക്കുന്ന സൈസ് 12 mm. അതിൽ നിന്ന് നമുക്ക് 1.75 ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന പിച്ച്. അത് ഡിവൈഡ് ബൈ 10 ചെയ്യുക. എന്നിട്ട് ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ ഇവിടെ മൈനസ് ചെയ്യുക. P/10 എന്ന് പറയുന്നത് 1.75/10 ആണ്. അപ്പോൾ ഈ 12 മൈനസ് 0.175 എന്ന് വരും. അത് 11.85 വരും. 11.80 ആയിരിക്കണം നമ്മുടെ ബ്ലാങ്ക് സൈസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ എക്സ്റ്റേണൽ ത്രെഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് ആണ് ഈ സ്മോൾ ഡി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതാണ് ബ്ലാങ്ക് ഡയമീറ്റർ. ഓക്കെ, പി എന്ന് പറയുന്ന പിച്ചാണ് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് M16 കേസ് പറഞ്ഞിട്ടുണ്ട്. M16 1.5. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ട് 16 മൈനസ് 1.5 ഡിവൈഡ് ബൈ 10, 16 മൈനസ് 0.15 എന്ന് വരും. ഇതിൻ്റെ ബ്ലാങ്ക് സൈസ് എത്രയാണ് വരുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കായിരുന്നു നമുക്ക് ഈ വീഡിയോ സെഷനിൽ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ.